ജോത്സ്യരല്ലേ? പ്രഭാകരവർമ്മ? അതെ. ഇരുന്നാട്ടെ. വന്നാട്ടെ. ഇത് എന്റെ പ്രൊഫഷനൊന്നുമല്ല. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയിയാ. ഈ വർഷം പെൻഷനാകും. എന്നാലും ജ്യോതിശാസ്ത്രം എൻ്റെ ഒരു പാഷനാണ്. ജാതകങ്ങൾ എവിടെ വെച്ചാ നോക്കേണ്ടത്? പൂജാമുറി ഒരുക്കണോ? ഇവിടെ വെച്ച് തന്നെ മതി. ഒരു ദീപം തെളിയിച്ചാ മതി. വിലാസിനെ. ആ ചേച്ചി, ജാതകങ്ങൾ നോക്കാനുള്ള ഒരുക്കങ്ങൾ വേഗം കൊണ്ടുവരൂ. ആ ഡേ ആന്റി ചെല്ലേ. കല്യാണം ഇങ്ങ് അടുത്തുമല്ലേ? അടുത്തു. ജാതകങ്ങൾ ഒരു വട്ടം നോക്കിയ തൃപ്തിപ്പെട്ടതാ. ചില ദുശകലങ്ങൾ. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി പരിശോധിക്കാമെന്ന് കരുതി. ശുഭസൂചകം. സംശയനിവൃത്തി വരുത്തേണ്ടത് നല്ല കാര്യം. എവിടെ വെക്കണം? ഇവിടെ വച്ചാ മതി. ജ്യോതിഷഗണിതം നോക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം അനിവാര്യമാണ്. വെളിച്ചം ദൈവമായതുകൊണ്ട് വിളക്ക് കൂടിയേ തീരൂ. ജാതകങ്ങൾ തരൂ. ഇതാ. അമ്മ, അത് കല്യാണിയുടെ ജാതകമല്ലേ? കല്യാണിയുടെ ജാതകോ? ആ അതെ. ഇത് മകൻ നക്ഷത്രം. നാമധേയം കല്യാണി. അത് എനിക്ക് പറ്റിയ തെറ്റാ, ക്ഷമിക്കണം. വിലാസിനെ. ചേച്ചി, വേഗം പോയി ഗംഗയുടെ ജാതകം എടുത്തുകൊണ്ട് വരൂ. ആ ഇതൊക്കെ നിമിത്തങ്ങളാണ്. ദൈവം കാട്ടിത്തരുന്ന ചില നിമിത്തങ്ങൾ. ഈ കല്യാണി ആരാണ്? ബന്ധുവാണോ? അയ്യേ, അല്ലല്ല, അത് ഇവിടുത്തെ അടുക്കളക്കാരിയാ. ആ, ചേച്ചി, മകൻ നക്ഷത്രം ചിങ്ങക്കൂറ്. ഗംഗ. ഇതെന്താ? ഈ ജാതകം അടുത്ത സമയത്താണോ എഴുതിയത്? എന്താ ഇത്ര വൈകിയേ?
ഈ ജാതകവും ആനന്ദകൃഷ്ണന്റെ ജാതകവും തമ്മിൽ നല്ല ചേർച്ചയാണ്. 10ൽ 10 പൊരുത്തം. മാത്രമല്ല, ഈ നാളുകാരിയുടെ ജന്മഫലവും പറയേണ്ടത് തന്നെ വളരെ ശ്രേഷ്ഠമാണ്. ഗജകേസരി യോഗം, മഹാമാളവ്യ യോഗം. ഇവൾ സൗമ്യവതിയും സൽസ്വഭാവിയും സുന്ദരിയും സുശീലയും ദീർഘസുമംഗലിയും കുബേരവതിയായുമൊക്കെ കാണപ്പെടുന്നു. പക്ഷേ രസകരവും അത്ഭുതകരവുമായ ഒരു കാര്യം എനിക്ക് തുറന്നു പറയേണ്ടി വരും. അത് ജ്യോതിഷശാസ്ത്രം തെറ്റാണെന്ന ചിന്ത ആർക്കും വേണ്ട. ചില സത്യങ്ങൾ അത് വെളിപ്പെടുത്താതെ തരമില്ല. എന്താണ്? മകൻ നക്ഷത്രക്കാരി എന്ന് പറയപ്പെടുന്ന ഗംഗ എന്ന കുട്ടിയുടെ ഈ ജാതകം എന്റെ കയ്യിൽ അറിയാതെയാണെങ്കിലും ആദ്യം കിട്ടിയ മകൻ നക്ഷത്രക്കാരിയായ കല്യാണിയുടെ ജാതകത്തെ അതേപടി പകർത്തിയതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഗയുടെ ഈ ജാതകം കള്ള ജാതകമാണ്. ഇത് ഈയിടെ പുതിയതായി ചമച്ചതും മറ്റൊന്നിനെ അതേപടി പകർത്തിയതുമാണ്. ജാതകം ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാ അത് തിരിച്ചറിയാം. ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടോ, കല്യാണിയുടെ ജാതകത്തിന് 20 കൊല്ലത്തെ പഴക്കം. ഗംഗയുടെ ഈ ജാതകത്തിന് കഷ്ടിച്ച് 1 കൊല്ലത്തെ പഴക്കം പോലുമില്ല. എന്താ ജ്യോത്സ്യരെ ഈ പറയുന്നത്? ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഒരു വലിയ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ജ്യോതിഷം സത്യമാണ്, പ്രപഞ്ച സത്യം. എല്ലാത്തിനും ഈശ്വരൻ സാക്ഷിയാണ്. ഈശ്വരാനുഗ്രഹമുള്ളവർ രക്ഷപ്പെടും. എന്റെ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സംഭവാമി യുഗേ യുഗേ. അരവിന്ദ്, ആ. ഇദ്ദേഹത്തെ യാത്രയാക്ക്. ശരി അച്ഛാ. കള്ള ജാതക അങ്ങനെ പൊളിഞ്ഞു. ഇനി ഗംഗയുടെ മൂത്ത മരുമകൾ പദവി വിവാഹ. ശരി, വേണ്ട.
എടുത്തു ചാടിയൊന്നും നീ തീരുമാനിക്കണ്ട. ചിലപ്പോൾ തെറ്റായി പോയെന്ന് വരും. പ്രഭാകരവർമ്മ പറഞ്ഞതാണ് ശരിയെങ്കിൽ നമ്മുടെ സോമജിക്ക് തെറ്റുപറ്റിയെന്നല്ലേ എൻ്റെ അർത്ഥം. മൂന്നാമതൊരാളെ കാണിച്ചിട്ട് രണ്ടാമത്തെ ഉത്തരം ആവർത്തിച്ചാൽ ചതി. അത് ഞാൻ സഹിക്കില്ല കൃഷ്ണേട്ടാ. അഖിലേ, ചിലപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ആകണമെന്നില്ല കാര്യങ്ങൾ. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണിത്. തീരുമാനിച്ചു കഴിഞ്ഞു. ഇളയച്ചനെ അടുത്തെറിഞ്ഞ സ്വാമി പറഞ്ഞതും ഇത് തന്നെയല്ലേ? വധൂവരന്മാരുടെ ജാതകം പുനഃപരിശോധിക്കണമെന്ന്. അതിന്റെ അർത്ഥം അവളുടെ ജാതകത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ? അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനായിട്ട് കണ്ടെത്തിയ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. കൃഷ്ണേട്ടൻ എന്നെ തടയരുത്. കള്ളം എപ്പോഴും സഞ്ചരിക്കുന്നത് സത്യത്തിന്റെ വേഷത്തിലാ കൃഷ്ണേട്ടാ. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാനുള്ള തന്ത്രം. ആരുടെ തലയിൽ ഉദിച്ചാലും ബുദ്ധിപരമായ നീക്കം തന്നെ. നമ്മൾ എടുത്തു വീശിയ അതേ ആയുധം വെച്ചൊരു മറുവീശൽ. അപ്പോഴും എന്റെ സംശയം അതല്ല ഗംഗെ. ആനന്ദിന്റെ ജാതകവും നിന്റെ ജാതകവും തമ്മിൽ പൊരുത്തക്കേട് വരില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ആ ജാതകം തിരുത്തിയത് ആരാണെന്ന് പറയണമെങ്കിൽ അത് ദിവ്യജ്ഞാനമുള്ള ജ്യോത്സ്യനായിരിക്കണം. എന്താ സംശയം? ദിവ്യജ്ഞാനി തന്നെ, ഒരു സംശയവും. ആന്റി, മിണ്ടരുത് നീ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നല്ലേ നീ? ഞാൻ ഊഹിച്ചു നീ ഇവിടെ തന്നെ കാണൂന്ന്. ദേ, നീയൊക്കെ കൂടി എല്ലാം ചെയ്തു വെച്ചിട്ട് നിനക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. ഞാനോ? ഞാനും നിന്റെയൊക്കെ കൂട്ടിനുണ്ടായിരുന്നു എന്ന് അറിയുന്ന നിമിഷം എന്നെ ജീവനോടെ കത്തിക്കും ആ അഖിലാണ്ടേശ്വരി. എന്റെ ഈശ്വര, ഏത് നശിച്ച സമയത്താണോ എന്തോ നിങ്ങളുടെയൊക്കെ കൂടെ കൂട്ടുകൂടാൻ തോന്നിച്ചത്. സകലതും കൈവിട്ടു പോയ അവസ്ഥയാ എന്റേത്. സർവ്വ നിയന്ത്രണവും പോയി നിൽക്കാ ഞാൻ. കൂൾ കൂൾ. അവിടെ എന്താ സംഭവിച്ചത്? ഓ, ഇനിയിപ്പോ എന്ത് സംഭവിക്കാനാ? ഇവളുടെ ജാതകം കള്ള ജാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മകൻ നക്ഷത്രക്കാരി എന്ന് പറയപ്പെടുന്ന ഗംഗ എന്ന കുട്ടിയുടെ ഈ ജാതകം എൻ്റെ കയ്യിൽ അറിയാതെയാണെങ്കിലും ആദ്യം കിട്ടിയ മകൻ നക്ഷത്രക്കാരിയായ കല്യാണിയുടെ ജാതകത്തെ അതേപടി പകർത്തിയതാണ്. എവിടെ പ്രിയങ്ക? വിളിക്ക്.
എനിക്ക് അവളോട് സംസാരിക്കണം. ഏത് മാളത്തിൽ ഒളിഞ്ഞിരുന്നാലും വിളിച്ച് പുറത്തിറക്ക്. അതെ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇറങ്ങി തിരിച്ച ഏത് മാളത്തിൽ നിന്നും പുറത്ത് ചാടേണ്ടി വരുമെന്ന് പറഞ്ഞേക്കവളോട്. ഒരു മാളത്തിലും തേടി അലയണ്ട ആന്റി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മകുടിയൂതിയാൽ ഇഴഞ്ഞിറങ്ങി തലയാട്ടുന്ന നാഗമല്ല പ്രിയങ്ക. ആന്റി, നാഗമാണിക്യത്തിന് കാവലിരിക്കുന്ന വിഷസർപ്പങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒന്ന് ചീറ്റിയാൽ വിഷം തെറിക്കുന്നവ. അതെ, ആ ഇനത്തിൽപ്പെട്ടതാ ഈ പ്രിയങ്ക. നമ്മൾ ഇറങ്ങിക്കളിച്ചൊരു കളി പാളി. ഒരു ചെറിയ മിന്നലാട്ടം, അതിന് അത്രയും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. മിന്നലിന് പുറകിൽ വരുന്ന ചെറിയ ഇടിമുഴക്കത്തിൽ അത് അവസാനിക്കും. പക്ഷെ മിന്നലിനോടൊപ്പം വരുന്ന ഇടിമുഴക്കത്തിന് ശക്തി കൂടും. നാട്ടിലതിനെ വെള്ളിടി എന്ന് പറയും. അതുകൊണ്ട് ആന്റി നേരെ തൃച്ചംബരത്തേക്ക് വിട്ടോ. കൂട്ടത്തിൽ ഗംഗയും കൂട്ടിക്കും. പ്രിയങ്ക, ഞാൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് ചെല്ല്. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. തല താഴ്ത്തിയല്ല, പണമെടുത്ത്. വൈകിക്കണ്ട, പൊയ്ക്കോ. അടികൊണ്ട പാമ്പിന്റെ പകയ എന്റെ ഉള്ളില. പ്രിയങ്ക പറഞ്ഞില്ലേ, ചെല്ല്. ഇനി സംസാരിച്ച് നിൽക്കണ്ട, ഗംഗയും കൂടെ പൊയ്ക്കും.